ഹായ് വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. ബേസിക് ടു പ്രോ ലെവൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ 5ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ഇതിൽ ഫണ്ടമെൻ്റലി അനാലിസിസ് പഠിച്ചു, അതേപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ക്ലാസ് തുടങ്ങി. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൻ്റെതായിരുന്നു. അപ്പോൾ അതിനെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് പഠിക്കാൻ വേണ്ടി ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചാണ് ഇപ്പം നമ്മൾ പഠിക്കുന്നത്. കുറച്ച് സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച് പഠിച്ചു, ഇനി കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട്. ഫണ്ടമെന്റൽ അനാലിസിന്റെ ക്ലാസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ പിന്നീട് ടെക്നിക്കലിന്റെ ക്ലാസ് തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ ടഫായിട്ടാണ് തോന്നുന്നത് അല്ലേ? സാരല്ല, എന്തായാലും ഇത് കുറച്ച് ടഫ് തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ അറിഞ്ഞിട്ടുള്ള പല ഈ സക്സസ് ആയിട്ടുള്ള ട്രേഡേഴ്സും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഈ ഒരു അവസ്ഥയിലൂടെ അല്ലെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും അവരും പഠിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. അപ്പം നമുക്കും ഇത് പഠിക്കുക എന്നുള്ളതല്ലാതെ വേറെ നിർവൃത്തിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയോടെ ശ്രദ്ധയോടെ നമ്മളിത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചിരിക്കുന്നതിന്റെ ഈ സിംഗിൾ കാൻഡിൽസിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. അതിന്റെ ബാക്കിയുള്ള കാൻഡിൽസിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ ഞാൻ വീണ്ടും പറഞ്ഞത്, നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങളെ ഫ്രണ്ട് സർക്കിളിലെ ട്രേഡിങ്ങിനെ കുറിച്ചല്ല എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും കണ്ട് താല്പര്യമുള്ള എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. വീഡിയോയിൽ ഇനി നമുക്കുള്ളത് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ടൈപ്പ് കാൻഡിൽസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ആദ്യം തന്നെ ഒരു ഗ്രീൻ ഷൂട്ടിംഗ് സ്റ്റാർ ആണ്. ആക്ച്വലി ഷൂട്ടിംഗ് സ്റ്റാറിന് കളർ ഒരു മാനദണ്ഡമല്ല കേട്ടോ. ഏത് കളറാണ്, റെഡ് ആണെന്നുണ്ടെങ്കിലും ഗ്രീൻ ആണെന്നുണ്ടെങ്കിലും സെയിം സിഗ്നലാണ് ഇത് തരുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇതിനെ ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാറിനെ നമ്മൾ അനാലിസിസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ നോക്കാം. എ ഷൂട്ടിംഗ് സ്റ്റാർ ഒക്കേഴ്സ് ആഫ്റ്റർ എൻ അഡ്വാൻസ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ദ പ്രൈസ് കുഡ് സ്റ്റാർട്ട് ഫോളിങ്. ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നോർമലി അവിടെ നിന്ന് അങ്ങോട്ട് പ്രൈസ് ഫാൾ ചെയ്യുക എന്നുള്ള ഒരു അതിനുള്ള ചാൻസ് ആണ്, പ്രൈസ് ഫാൾ ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് സാധാരണയായിട്ട് കാണാറുള്ളത്. ദ ഫോർമേഷൻ ഈസ് ബിയറിഷ് ബിക്കോസ് ദ പ്രൈസ് ട്രൈഡ് ടു റൈസ് സിഗ്നിഫിക്കൻ്റ്ലി ഡ്യൂറിംഗ് ദ ഡേ ബട്ട് then the sellers took over and pushed the price back down toward the open. അത് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു പോയിന്റിലായിരുന്നു ഓപ്പൺ ചെയ്തതിന് ശേഷം ബയേഴ്സ് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിനെ പുഷ് ചെയ്തെങ്ങാണ്ട് പ്രൈസ് മുകളിലോട്ട് കൊണ്ടുവന്നു. ഏകദേശം ഈ ഒരു ലെവൽ, ഹൈ ലെവൽ വരേക്കും എത്തി. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നിന്നും സെല്ലേഴ്സ് പൂർവാധികം ശക്തിയോടെ തന്നെ, സെല്ലേഴ്സ് മാക്സിമം സ്ട്രെങ്തോട് കൂടി തന്നെ വീണ്ടും മാർക്കറ്റിനെ താഴോട്ടേക്ക് പുഷ് ചെയ്തിട്ട് ഏകദേശം ഓപ്പണിന്റെ തൊട്ടടുത്ത് വരെ എത്തി. മീൻസ് അവരെ ബയേഴ്സിനെ കവർ ചെയ്തു എന്ന് തന്നെ പറയും. ശരിക്കും ബയേഴ്സിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത് സെല്ലേഴ്സിന് ഈ ഒരു ക്യാൻഡിലിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു പക്ഷേ നമുക്ക് ഈ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണ് അല്ലേ? ഇതൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണ്. ഈ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ ഇവിടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും മാർക്കറ്റ് നല്ല രൂപത്തിൽ തന്നെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അതിനുശേഷം ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്തു. ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്യുമ്പോൾ ആക്ച്വലി ഈ ഒരു പോർഷനിൽ നിന്നും ഓപ്പണിന്റെ പൊസിഷനിൽ നിന്നും മാർക്കറ്റ് നല്ല രൂപത്തിൽ തന്നെ ബയേഴ്സ് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയി. ഏകദേശം ഈ ഹൈന്റെ ലെവൽ വരേക്കും ബയേഴ്സ് തന്നെയായിരുന്നു ആധിപത്യം, അല്ലെങ്കിൽ ബയേഴ്സ് തന്നെയായിരുന്നു ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുണ്ടായിരുന്നത്, പ്രൈസ് ഏറ്റവും. പക്ഷെ ഈ ഒരു പോയിന്റ് നിന്നും സെല്ലേഴ്സിന്റെ കയ്യിലായി പിന്നെ കാര്യങ്ങൾ. സെല്ലേഴ്സ് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവന്ന് ഓപ്പണിങ്ങും കഴിഞ്ഞ് താഴോട്ടേക്ക് കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യിപ്പിച്ചു. അപ്പം ഇതൊരു ഷൂട്ടിംഗ് സ്റ്റാർ ആയി. അപ്പം ഈ ഷൂട്ടിംഗ് സ്റ്റാറിന് ശേഷം മാർക്കറ്റ് കണ്ടില്ല, മാർക്കറ്റ് താഴോട്ടേക്കാണ് വന്നത്. കാരണം ഇവിടെ നിന്നൊക്കെ ഉണ്ടായിരുന്ന ബയേഴ്സ് ഉണ്ടല്ലോ, ഈ ബയേഴ്സിന്റെ ആ ഒരു സ്ട്രെങ്തിനെ ഇവിടെ നിന്നുള്ള സെല്ലേഴ്സ് അതിനെ താഴ്ത്തി, അല്ലെങ്കിൽ ആ ഒരു ബയേഴ്സിന്റെ സ്ട്രെങ്തിനെ മറികടന്നിട്ട് മാർക്കറ്റിനെ താഴോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഏകദേശം ഒരു അപ് ട്രെൻഡിന്റെ അപ്പില് ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതിന് ശേഷമുള്ള ക്യാൻഡിലാണ് നമുക്ക് അതിന് കൺഫർമേഷൻ കിട്ടുള്ളൂ. പക്ഷെ അതൊരു ഡൗൺ ട്രെൻഡിനുള്ള ഒരു സിഗ്നൽ ആവാനാണ് ചാൻസ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. Traders typically wait to see what the next candle period does following a shooting star. If the price declines during the next period, they may sell or short.
കാരണം ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ട്രേഡേഴ്സ് നോർമലി അടുത്തൊരു ഇതിനും വേണ്ടി വെയിറ്റ് ചെയ്യും. അടുത്തൊരു ക്യാൻഡിൽസ് ബീറിഷ് ക്യാൻഡിൽ ആണ് എന്നുണ്ടെങ്കിൽ സെല്ലേഴ്സ് ഇവിടെ നിന്ന് എൻട്രി ചെയ്തിട്ട് എൻട്രി എടുക്കും. എന്നിട്ട് ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാറിന്റെ ഹൈയിലാണ് SL വെക്കാറുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് വരുന്നത്, if the price rises after a shooting star, the formation may have been a false signal or the candles is marking a potential resistance area around the price range of the candles. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ചില സമയത്ത് ഈ ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരും. ആ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോൾസ് സിഗ്നൽ നമുക്ക് തന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഫേക്ക് സിഗ്നൽ നമുക്ക് തന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, എങ്കിലും നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടല്ലോ, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ ഷൂട്ടിംഗ് സ്റ്റാറിന് മാത്രമല്ല ഒരു സിംഗിൾ ക്യാൻഡിലിന്റെ സിഗ്നൽസ് കണ്ട് ആരും ഒരു കൺഫർമേഷൻ എടുക്കാറില്ല. ഒരു 4-5 സിഗ്നൽസ് ഒരേ സൈഡിലോട്ട് നമുക്ക് സിഗ്നൽ തരുമ്പോൾ, ഒരു 4-5 കാര്യങ്ങൾ നമുക്ക് ഒരേ ദിശയിലോട്ട് സിഗ്നൽസ് തരുമ്പോഴാണ് ട്രേഡ് എടുക്കുക അല്ലെങ്കിൽ പൊസിഷൻ എടുക്കുക. പക്ഷെ എങ്കിലും വിത്ത് സ്റ്റോപ്പ് ലോസ് ആണ്. കാരണം നമുക്ക് 4-5 പോസിറ്റീവ് സിഗ്നൽസ് കിട്ടിയാലും മാർക്കറ്റ് ഒരു പക്ഷെ നമ്മൾ ആ വ്യൂവിന് എഗെയിൻസ്റ്റ് പോവാമെന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ SL കീപ്പ് ചെയ്യുന്നത്. അപ്പൊ മാർക്കറ്റ് ഈസ് എ പ്രോബബിലിറ്റി ആണ്. എപ്പോഴും നമ്മൾ മാക്സിമം പ്രോബബിലിറ്റിയുടെ പിന്നാലെയാണ് ഈ പോകുന്നത്. ഈ ചാർട്ടുകളും ക്യാൻഡിൽസ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്തിനാണ്? പ്രോബബിലിറ്റി ആണ്. നെക്സ്റ്റ് മൊമെന്റിൽ സംഭവിക്കാവുന്ന അല്ലെങ്കിൽ അടുത്ത വരാനിരിക്കുന്ന സമയത്ത് പ്രൈസ് ഏതുവരെ പോകും അല്ലെങ്കിൽ പ്രൈസ് എത്രയാവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് എല്ലാം ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാറിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇനി അടുത്തത് നമുക്ക് പോകുന്നത് ഡോജി എന്ന് പറയുന്നതാണ്. ഈ ഡോജി എന്നത് നിങ്ങൾ ചാർട്ട് കണ്ടിട്ടാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ചാർട്ടിലൊക്കെ ഈ ഡോജി ഒക്കെ വരുന്നുണ്ട്. കാരണം ഇവിടെ തന്നെ കാണാം നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പിലെ മൊറോബസ് ക്യാൻഡിൽസ്. ഈ ഒരു നമ്മളെ ചാർട്ടിൽ, ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടിൽ ഈ നമ്മൾ ഈ പറയപ്പെടുന്ന എല്ലാ ടൈപ്പ് ക്യാൻഡിൽസും ഉണ്ടാവും കേട്ടോ. അങ്ങനെ വരുമ്പോഴേ അതൊരു ചാർട്ട് ആവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ ചാർട്ട് നമ്മളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അഗെയിൻ നമുക്ക് ഡോജി എന്ന് പറയുന്നത്, ഡോജിക്ക് ബോഡി ഉണ്ടാവില്ല. മീൻസ് അതിന്റെ ഓപ്പണിങ്ങും ക്ലോസും ഏകദേശം ഒരൊറ്റ ലൈൻ തന്നെ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ചില ഡോജി ഉണ്ട് എന്ന് പറഞ്ഞാൽ വളരെ 4 പോയിന്റ്സും ഓപ്പൺ, ക്ലോസ്, ഹൈ, ലോ ഇതെല്ലാം ഒരൊറ്റ പോയിന്റിൽ വരുന്നത് വളരെ സംഭവിക്കാറുണ്ട്. ഈ ഒരു 4 പ്രൈസ് ഡോജി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു രൂപത്തിൽ വന്നിരിക്കുന്നത് കാരണം ഇതിന്റെ ഹൈയും അതേപോലെ തന്നെ ലോയും ഓപ്പൺ ക്ലോസിന്റെ ഏകദേശം ഈക്വൽ ആയിട്ട് തന്നെയാണ് ഹൈയും ലോയും കിടക്കുന്നത്. അപ്പം ആ ഒരു പ്ലസ് ആകൃതിയിൽ, എക്സാക്ട് പ്ലസ് ആകൃതിയിൽ വരുന്ന ആ ഒരു രൂപത്തിലുള്ള ഡോജിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡോജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലോങ് ലെഗഡ് ഡോജിയാണ് ഈ ഒരു ഇത് കാണിക്കുന്നത്. കാരണം ഇതിന്റെ ആ ഒരു താഴോട്ടുള്ള കാല് കുറച്ച് നീളം കൂടുതലായിരിക്കും. പിന്നെ ഉള്ളത് ഡ്രാഗൺ ഫ്ലൈ ഡോജി. അതിന്റെ 3 പ്രൈസ്, ഓപ്പൺ പ്രൈസ്, ക്ലോസ് പ്രൈസ്, ഹൈ, ഇത് 3ഉം ഒരൊറ്റ ലൈൻ ആയിരിക്കും, ഒരൊറ്റ പോയിന്റ്സ്, ഒരു ലെവലായിരിക്കും. ലോ മാത്രം താഴേക്ക്. പിന്നെ ഗ്രേവ് സ്റ്റോൺ ഡോജി, ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്ലൈ ഡോജിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ വരുന്നത് കേട്ടോ. ഇതിന്റെ ഓപ്പൺ, ക്ലോസ്, ലോ ഈ 3ഉം ഒരൊറ്റ പോയിന്റ് ആയിരിക്കും. അതേ ഹൈ മാത്രമാണ് അപ്പായിട്ട് കിടക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഡോജി ആയിട്ട് വരുന്നത്. ഇനി ഡോജിയുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കാം നമുക്ക്. A doji is a name for session in which the candlestick for a security has an open and a close that are virtually equal and are often components in pattern. Alone doji are neutral patterns that are also featured in a number of important patterns. Doji formation comes in 3 major types: long-legged, gravestone and dragonfly. ഇറ്റ് ഈസ് എ അലർട്ട് ടൂൾ, ബെറ്റർ ടു ലീവ് ദ പൊസിഷൻ. നമുക്ക് ഈ ഡോജിന്റെ ഇതിലോട്ടേക്ക് തന്നെ പോവാം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഡോജി ഫോം അല്ലെങ്കിൽ ഇതിന്റെ ഒരു പിന്നിലുള്ള ലോജിക്ക് എങ്ങനെയാണ് വരുന്നത്. കാരണം ഇത് ഓപ്പൺ ഈ ഒരു പോയിന്റ് ഓപ്പൺ ആയിട്ട് ഹൈ വരേക്കും പോയിട്ടുണ്ടാവുമല്ലോ. ഈ ഹൈ വരേക്കും പോയിട്ടുണ്ട്, അതിന് മീൻസ് എന്താണ്? അതൊരു ഗ്രീൻ ക്യാൻഡിൽ ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പം ബയേഴ്സ് ആയിരുന്നു അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ടോപ്പ് പോയിന്റിൽ നിന്ന് സെല്ലേഴ്സ് ആക്റ്റീവ് ചെയ്തു. സെല്ലേഴ്സ് പ്രൈസിനെ താഴോട്ടേക്ക് കൊണ്ടുവന്നു ഓപ്പണിങ്ങും കഴിഞ്ഞു താഴോട്ടേക്ക് വന്നു, ഏറ്റവും ലോ വരെ വന്നു. അപ്പൊ പിന്നെ അവിടെ ആരായിരുന്നു?
സെല്ലേഴ്സ് ആയിരുന്നു അവിടെ ആക്റ്റീവ് ആയത്. പക്ഷെ വീണ്ടും ബയേഴ്സുകാർ ആക്റ്റീവ് ആയിട്ട് ബയേഴ്സ് ആ പ്രൈസിനെ വീണ്ടും മുകളിലോട്ട് കൊണ്ടുവന്നു, ഓപ്പണിങ്ങിന്റെ ആ ഒരു പോസ്റ്റിൽ വന്ന് അതോടുകൂടി തന്നെ നമ്മൾ ആ ഒരു ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡോജി എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ് ശരിക്കും. കാരണം സെല്ലേഴ്സും ബയേഴ്സും ഒരേപോലെ ഈക്വൽ ആയിട്ട് തന്നെ സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാൻഡിലാണ് ഈ ഒരു ഡോജി. പക്ഷെ ഈ ഒരു ഡോജി ഇതിനെ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇതൊരു അപ് ട്രെൻഡിന്റെ മുകളിൽ, അപ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു അപ് ട്രെൻഡിന്റെ മുകളിൽ ഡോജി വരുമ്പോൾ അവസ്ഥ, അപ് ട്രെൻഡ് മീൻസ് എന്താണ്? ഫുള്ള് ബുള്ളിഷ് ക്യാൻഡിൽസ്, ബയേഴ്സിന്റെ ആധിപത്യത്തിൽ പ്രൈസിനെ അങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോയി ബയേഴ്സ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് പ്രൈസിനെ പുഷ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ അപ്പർ ഒരു ഡോജി ഫോം ചെയ്യുന്നത് കൂടി ആ ഒരു ബയേഴ്സിനെ സെല്ലേഴ്സ് കൂടുതൽ സെല്ലേഴ്സ് അവിടെ ആക്റ്റീവായിട്ട് ബയേഴ്സിനെ മാർക്കറ്റിനെ താഴോട്ടാണ് കൊണ്ടുവരുന്നത്. അതോടുകൂടി ഈ ബയേഴ്സിന്റെ ആധിപത്യത്തെയാണ് അവിടെ സ്റ്റോപ്പ് ആവുന്നത്. എന്നിട്ട് പിന്നെ സെല്ലേഴ്സ് ആണ് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അതോടുകൂടി തന്നെ എന്താ പറയുക, ഒരു ട്രെൻഡ് റിവേഴ്സൽ, അതുവരെയുള്ള ഒരു ട്രെൻഡിന്റെ ഒരു ബ്രേക്കാണ് ശരിക്കും ഡോജി വരുത്തുന്നത്. എന്നിട്ട് പിന്നീട് ആ ഒരു ഡോജി ഒരു ഏകദേശം ബ്രേക്ക് ചെയ്ത് എന്നിട്ട് പിന്നെ വീണ്ടും ഇത് മുകളിലോട്ടേക്കാണോ അതോ താഴോട്ടേക്കാണോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് കണ്ടില്ല, ഇപ്പൊ ഇവിടെ ഈ ഒരു നെക്സ്റ്റ് ക്യാൻഡിലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. നോർമലി ഈ ഒരു ഡോജി ഫോം ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നീട് നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ബിയറിഷ് ട്രെൻഡ് ആണ് ഓപ്പൺ ആവേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വേസും വരാറുണ്ട്. ഇനി അതല്ല, ഈ ഒരു ഡോജിക്ക് ശേഷം വീണ്ടും നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നാൽ നമ്മൾ എപ്പോഴും ഉറപ്പിക്കേണ്ടത് അതൊരു ഫേക്ക് ഉണ്ടായിരുന്നു. എങ്കിലും നമുക്ക് ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ്, നല്ലൊരു റെസിസ്റ്റൻസ് ഉള്ള ഏരിയ ആണ്. ഇനി ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് ആക്ട് ചെയ്തിട്ടില്ലെങ്കിലും പിന്നീട് ഉള്ള സമയങ്ങളിൽ ഈ ഒരു ഏരിയ റെസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോ ഡോജിയുടെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പം ഈ ഒരു ഡോജി തന്നെ കണ്ടില്ല, ഡോജിയുടെ വേറൊരു ഇതാണ് വരുന്നത്. നമുക്ക് ഒരു ചെറിയൊരു ഡൗൺ ട്രെൻഡിൽ ഡോജി ഫോം ചെയ്തു. അപ്പം ഇതുവരെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് ഡൗൺ ട്രെൻഡ് ആയിരുന്നു വന്നിരുന്നത്. അതിനുശേഷം സെല്ലേഴ്സ് ശരിക്കും ഈ ഒരു ഡോജിയുടെ കാര്യത്തിലും താഴോട്ടേക്ക് ഇതുവരെ ലോ വരെ പ്രൈസിനെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ ബയേഴ്സ് ഇവിടുന്ന് ആക്റ്റീവ് ചെയ്തു, നേരെ പ്രൈസിനെ മുകളിലോട്ട് കൊണ്ടുപോയി ഓപ്പണിംഗിൽ തന്നെ ക്ലോസ് ആയി. അങ്ങനെയാണല്ലോ ഡോജി ഫോം ആവുന്നത്. വീണ്ടും ഒരു ഡോജി തന്നെയാണ് ഫോം ആയത്. അതിനുശേഷം ഒന്ന് മാർക്കറ്റ് താഴോട്ട് വന്നത് എന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരിക്കുന്ന ബയേഴ്സിനെ വീണ്ടും മാർക്കറ്റിനെ മുകളിലോട്ട് പുഷ് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ബയേഴ്സിന്റെ കൈകളിലായി മാർക്കറ്റ്, അങ്ങനെ അപ്പായി പോകുന്നത്. അപ്പോ ഇത്രയുമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു സിംഗിൾ ക്യാൻഡിൽസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിംഗിൾ ക്യാൻഡിൽസുകളെല്ലാം ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പഠിച്ചു ഇതെല്ലാം സിംഗിൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിൽ നമ്മൾ മറുബസു എന്താന്നുള്ളത് നമ്മൾ പഠിച്ചു. മറുബസു ഗ്രീന്, മറുബസു റെഡ്, അതേപോലെ തന്നെ ഹാമർ, ഷൂട്ടിംഗ് സ്റ്റാർ, സ്പിന്നിങ് ടോപ്പ് തന്നെ 2 കളറിൽ വരുന്ന ഗ്രീൻ സ്പിന്നിങ് ടോപ്പ്, റെഡ് ഗ്രീൻ സ്പോട്ട്, പിന്നെ ഇൻവെർട്ടഡ് ഹാമർ, ഹാങ്ങിങ് മാൻ, ഡോജി, ഗ്രേവ് സ്റ്റോൺ ഡോജി. ഓക്കെ, അപ്പോൾ ഈ സിംഗിൾ ക്യാൻഡിൽസിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ നമ്മൾ സിംഗിൾ ക്യാൻഡിൽസ് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് മൾട്ടിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും ഇതിന് മുമ്പത്തെ ഈ 2 കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും കൂടി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിനെ കുറിച്ച് ഒന്നും കൂടി നിങ്ങൾ വിശദമായിട്ട് പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ചാർട്ടിൽ ഈ ക്യാൻഡിൽസ് എവിടെയൊക്കെയാണെന്നുള്ളത് ചാർട്ടിൽ പോയിട്ട് ക്യാൻഡിൽസുകളെല്ലാം ഐഡന്റിഫൈ ചെയ്യുക. ആ ഒരു ചാർട്ടിൽ നിങ്ങൾ നമ്മൾ ഈ പഠിച്ച ക്യാൻഡിൽസുകളെല്ലാം ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് മൾട്ടിപ്പിൾ ക്യാൻഡിൽസിനെ കുറിച്ചാണ് പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ ദിസ് ഈസ് VM Rafiq signing off.